ഹലോ ഗായ്സ്. ഹലോ. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിന്ന് ഒരു സ്ഥലത്തോട്ട് പോകുന്നു. ഇതന്നെ എല്ലാത്തിലും പറയുന്നു. പിന്നെ സ്ഥലത്തോട്ട് പോകുന്നതിന് സ്ഥലത്തൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പറയണം. ഞങ്ങളുടെ കൂടെ ഇനി രണ്ടുപേരുണ്ട് ഗൈസ്. ഞങ്ങളുടെ ഇൻട്രോ കണ്ട് അവർ ചിരിച്ചിരിച്ച് പോവാണ്. നമ്മളിന്ന് അരുണ്ടൽ കാസ്റ്റിൽ വിസിറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? അരുണ്ടൽ കാസ്റ്റിൽ കാണാൻ പോകുന്നു. ഹലോ ഗായ്സ്. ഹലോ ഹലോ വിജോ. ഹായ്, സേ ഹായ്. ഡെസ്ലിൻ, ഡെസ്ലിൻ, സേ ഹായ്. ആസ് യൂഷ്വൽ ഡാഡി ഒറ്റയ്ക്ക് പോയി നിൽക്കണം. അരുണ്ടൽ സ്റ്റോപ്പ് എത്തി ഗൈസ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു ചെയർ കണ്ടു. ബ്യൂട്ടിഫുൾ. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇടാൻ പറ്റിയ ചെയർ. ട്രെയിനിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ റൂട്ട് മാപ്പ് കണ്ട് പഠിക്കുകയാണ് ഗൈസ്. എല്ലാം പഠിച്ചോ? ഈ സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വല്ല ഡിഗ്രി വല്ലതും വിടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് താല്പര്യം. അരുണ്ടൽ ഈ കാസിൽ കാണാനാണ് നമ്മൾ പോകുന്നത്. അതവർ ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കണം. നമുക്ക് ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. സോ നടക്കണം. ആ കാണുന്നതാണ് കാസിൽ. ഒരു ഫോട്ടോ എടുക്കൽ അപാരതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എവിടെ ചെന്നാലും ഫോട്ടോ, അത് മുഖ്യം. How was the photo shoot? ഇപ്പം നമ്മളെടുത്ത ഫോട്ടോ ഷൂട്ട് It was fabulous, fantastic. ചെറുതായിട്ടൊന്ന് വീഴാൻ അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വഴിയിൽ കാണുന്ന ബെറീസ് എല്ലാം പറിച്ചാണ് നടക്കുന്നത്. ഈ കണക്ക് പോയാൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും വൈകിട്ടാവും. ഈ റിവറിൻ്റെ പേരറിയോ ഗൈസ്? റിവർ അരുൺ. നല്ല പേരല്ലേ? നമുക്ക് നല്ല ഇടുങ്ങിയ സ്ട്രീറ്റ്. നമ്മുടെ അരുണ്ടലിൻ്റെ എൻട്രൻസ് കണ്ടു ഗൈസ്. ഇതുവഴിക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ റിവർ കാണാം. അടിപൊളിയല്ലേ? നല്ല സ്ഥലം. അരുണ്ടൽ കാണാൻ വന്നിട്ട് പുറത്ത് നിന്ന് നമ്മൾ ഭംഗി ആസ്വദിക്കാം. നല്ല അടിപൊളി ഗാർഡൻ. ഡാഡി ഓൾറെഡി അകത്തിറങ്ങി കളിക്കാൻ തുടങ്ങി. ഞാനും ഗാർഡനുള്ളിലോട്ട് പോവാണ് ഗൈസ്. അവിടെ ഗോഡ്വിൻഡാസ് ഡാഡിക്ക് റിവർ കാണിച്ചു കൊടുക്കും. എന്തോ ചെയ്യുന്നു ഇവിടെ? എന്തോ ബാത്തിൽ പോയപ്പോഴുള്ള ഒരു അവിടെ ഒരു വേറൊരു എഫക്റ്റ് ആയിരുന്നു. പക്ഷെ സിമിലർ കൈൻഡ് ഓഫ് റിവർ അല്ലേ? നല്ല തണുപ്പില്ലാത്തതുകൊണ്ട്, കാറ്റും വലിയ കാറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാസിൽ കാണാൻ പോകണോ അതോ ഇവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പം. നമുക്ക് കാസിൽ കണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കാം. അടിപൊളി. ഇവിടെ നിന്ന് പക്ഷെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാസിൽ കാണാം കുറച്ച് പാർട്സ് അല്ലേ? ഡാഡി ഈസ് ഫുൾ വൈബിങ്. അയ്യോ, നമ്മുടെ കൂടെ വന്ന ഡെസ്ലിൻ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണ്. കണ്ടതാ വരുന്നത്. നമ്മളെത്തി ഗൈസ്. അരുണ്ടൽ കാസിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ആയിരിക്കും. നമ്മൾ കോട്ടയ്ക്കകത്ത് കയറി. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മാപ്പും തന്നു, പ്ലസ് നമ്മുടെ ടിക്കറ്റ്സ്.
ഇൻക്ലൂഡിങ് ബെഡ്റൂംസ്. എന്താണെന്നറിയില്ല ബെഡ്റൂമിന് ഇത്ര പ്രത്യേകത. ബെഡ്റൂമിൽ കയറാൻ 2 പൗണ്ട് എക്സ്ട്രാ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അകത്ത് കയറുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ട് തുടങ്ങി. കാണുന്ന പോലെയൊന്നും അല്ല, നല്ല വലിയ കോട്ട. താഴന്ന് നോക്കുമ്പോൾ നമ്മൾ ഉറുമ്പിൻ്റെ അത്രേ ഉള്ളൂ. ഇവിടെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇത്രേ ഉള്ളൂ. ഇത് കോട്ടയാണോ അതോ വേറെ വല്ലതും തോന്നുന്നു? കോട്ട കണ്ടിട്ട് എന്ത് തോന്നുന്നു? അകത്ത് കയറിയിട്ട് പറയാം. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ എന്ത് തോന്നുന്നു? എന്തൊരു ഭീമാകാരമായ ഒരു ബിൽഡിംഗ്. വലുത്, വമ്പൻ. ഇപ്പോൾ സൈസ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? നോക്കിയേ, ഞാൻ അതിൻ്റെ താഴത്തെ ഒരു ഉറുമ്പിൻ്റെ അത്ര ഉള്ളൂ. അതിൻ്റെ ഹൈറ്റ് കണ്ടോ? സോ ബിഗ്. എത്ര ഹൈറ്റാണ് കണ്ട? സോ ബിഗ്. അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എത്ര ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ജനൽപ്പാളികൾ പോലെ കുറേ വിൻഡോസ് ഉണ്ട്. ജനൽപ്പാളികൾ പോലെ. കാസിൽ എൻട്രൻസ് ഇങ്ങോട്ടാണ്. സോ വി ആർ ഗോയിങ് ദിസ് വേ. ഇത് വലുത് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കാസിൽ വരുന്നത് ബൈ ദ വേ. ബട്ട് ദിസ് ഇസ് സോ ബിഗ്. ഓ മൈ ഗുഡ്നസ്. ആൻഡ് നടക്കാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞു നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഓ അവിടെ ഇനിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. കുറേ എൻട്രൻസ് ഉണ്ടല്ലോ ഇവിടെ. ഹെൻറി എൻട്രൻസ്. ഇതിലെന്താണ് ഇത്ര നോക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എല്ലാവരും നോക്കി നിൽപ്പുണ്ട്. ഇത് നോക്കാം. നമുക്ക് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ട്, ബഗ്ഗിയുടെ മുകളിലുണ്ട്. ഫയർ എഞ്ചിനാണോ? യൂസിങ് സ്റ്റീം. അരണ്ടൽ കാസ്. പണ്ട് വെടിവെക്കാൻ ഉപയോഗിച്ച സാധനമല്ലേ? സോറി ഗൈസ്, ഫയർ അണയ്ക്കാനുള്ളതാണെന്ന് പറയണേ. എനിക്ക് ഫുള്ള് വായിക്കാൻ പറ്റില്ല. ഡാരി ഇത് എന്നെ കൊണ്ട് കയറുക. ശബരിമല പോലെ ഉണ്ടല്ലോ കയറാൻ. എൻട്രൻസിൽ കയറി അകത്തോട്ട് കയറി ടിക്കറ്റ് കാണിച്ച് ജസ്റ്റ് 110 സ്റ്റെപ്പ് കയറി ഒരു ഓൾഡസ്റ്റ് ബിൽഡിംഗ് കാണാൻ പറഞ്ഞു. 110 സ്റ്റെപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കയറി പൊക്കോളാ. എനിക്ക് നോർമലി നടക്കാൻ പറ്റില്ല. വിത്ത് ഡാരി 110 സ്റ്റെപ്പ് കയറാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ഇതാണ് വെൽപ്പാളി കണ്ടില്ലേ? അതാണിത്. ഡാരി ഒളിഞ്ഞു നോക്കുന്നത്. കള്ളന്മാരല്ല വരുന്നത്. ശരി സോസം മാറി ഞാൻ നോക്കട്ടെ. എല്ലാം ക്ലോസ്ഡ് ആണ്. കാസിലെ എൻഷ്യൻ പാർട്ടിലോട്ട് കയറുവാണ്. എൻഷ്യൻ പാർട്ട് സ്റ്റാർട്ടാവുന്ന ഇവിടെ തൊട്ടാണ് ഗൈസ്. ഓൾറെഡി അലമ്പ് കൂടെ ഓണായി. കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല കിട്ടില്ല വ്യൂ. വിൻഡോ ക്ലീൻ അല്ലാത്തതുകൊണ്ട് വ്യൂ കിട്ടുന്നില്ല. പക്ഷേ നല്ല രസമാണ് ഇവിടെ നോക്കുമ്പോൾ അല്ലേ. ഇതവർ എന്താ പഴയ ആയുധങ്ങളോ ഒക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന റൂം. അമ്പും വില്ലും. ഗാർഡ് റൂമാണ് ഗൈസ്. മുമ്പത്തെ ഇത് അവരിവിടെ പ്ലേ ചെയ്യുന്ന ഗൈസ്. ഈ സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന എഴുതുന്നു.
പുറത്തോട്ടുള്ള വ്യൂ എല്ലാം സൂപ്പർ. മുകളിലോട്ട് ഇനിയുണ്ട്, പക്ഷേ ക്ലാസ് നടത്തി. ക്ലോസ് ചെയ്തേക്കും അല്ലേ? ഇത് ഭയങ്കര പാടാട്ടോ, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ. ഈ പണ്ടുള്ളവർ മറ്റേ തീപ്പന്തൊക്കെ കൊണ്ടായിരിക്കും അല്ലേ ഇറങ്ങിയിട്ടുണ്ടാവുക. ഇത് നോക്കിയ സ്റ്റെപ്സ്, ഈശ്വരാ, ഒരു കൊക്കയിൽ പോകുന്നു. സത്യം അതൊരുമാതിരി കറങ്ങി കറങ്ങിയാണ് ഇട്ടേക്കണേ. കോട്ടയം എന്ന് പറയുമ്പോൾ പിന്നെ ഇതാണല്ലോ അല്ലേ. ചിലപ്പോൾ ഒളിച്ചിരിക്കാനും എല്ലാത്തിനും എളുപ്പം ഇതായിരിക്കും. ഇതുവഴി ഇറങ്ങാൻ ഒരു ടാസ്ക്കാണ് ഗൈസ്. സൂക്ഷിച്ച് പതിയെ ചപ്പ്. കല്ല് എവിടെ കണ്ടോ ഡാരി അവിടെയുണ്ട്. എക്സ്ക്യൂസ് മീ ഡാരിയോ, എന്താ ചെയ്യുന്നു ഇവിടെ? ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? കിണറാണ്, കിണർ. ഇവിടെ ഉള്ളവർക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടിയിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. 150 ഫീറ്റ് ഹൈറ്റിലുള്ള കിണർ. എന്താണ് നോക്കുന്നത്? ഇവിടെ നിന്ന് നോക്കിയാലേ താഴത്തെ വ്യൂ മാത്രമല്ല, നമുക്കൊരു ഹോൾ അരുണ്ടല് കാണാൻ പറ്റും. കണ്ട അത്രയും ഹൈറ്റിലാണ്. കിട്ടുന്നില്ല. ഇത് എന്താണ്? ഇങ്ങനെ പൊക്കി 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 എന്താ സെറ്റ്. അത് പൊക്കുമ്പോൾ ഇത് താഴെ പോകും. മെയിൻ ഡോർ ക്ലോസ് ആവും. ഇത് ഡോർ ക്ലോസ് ചെയ്യാനുള്ള സംഭവം. ഡോറാണ് ചെയ്യാനുള്ള സാധനമാണ് അറ്റാക്ക് വരുമ്പോൾ. ബാ. കണ്ണൊന്നും കാണുന്നില്ല. ഒരു കാല് സ്ലിപ്പായി നേരെ താഴെ. എന്താണ് അഞ്ജു, പ്രാർത്ഥിക്കുകയാണ്? ചാപ്പൽ. ഇരിക്കണം. ഡസ്ലിൻ എന്തോ നോക്കുന്നത്, നമുക്ക് പോയി നോക്കാം. എന്താണ് ഡസ്ലിൻ? ഇതാണ് സാലി പോട്ട്. തോന്നുന്നു അതെന്ന് പറയുന്നത് ദ സ്റ്റെപ്സ് ലീഡിങ് ടു ദ ഡിഫറെൻറ്റ് ടു മേക്ക് സാരീസ്. ഇതുവഴി നോക്കുമ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ ഇതുവഴി നോക്കിയാൽ നമുക്ക് താഴെ നിന്ന് ആര് വരുന്നെന്ന് അറിയാൻ പറ്റും. എൻട്രൻസിൽ കൊള്ളാം സെറ്റ്. നേരത്തെ താഴെയായിരുന്നു, അവിടെ നിന്ന് കയറി നമ്മുടെ മുകളിലെത്തി. എനിക്ക് മനസ്സിലായില്ല അത് എന്തിൻ്റെയാണ്. അവരുപയോഗിച്ചിരുന്ന ഡൈനിങ് റൂം. വൺ ഓഫ് ദ ബെഡ്റൂം. കുറേ ബെഡ്റൂം നമ്മൾ കണ്ടു, പക്ഷേ നല്ല റോയൽ ലുക്ക് എനിക്ക് ഇതിനാണ് ഫീലായേ. ക്വീൻ എലിസബത്ത് താമസിച്ചിരുന്ന മുറി ആണിത്. അതിൻ്റെ ഒരു ഭംഗി നമ്മളിങ്ങനെ കണ്ട് നിന്ന് പോവും.
കളർ കോമ്പിനേഷനും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആ ലുക്ക്, ആ റോയാലിറ്റി ഇസ് സ്റ്റിൽ മെയിൻറ്റെയിൻഡ്. ഇവിടുത്തെ ക്ലോക്സ് ദേ ആർ സ്റ്റിൽ ഫങ്ഷനിങ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാസ്റ്റിലെ ലൈബ്രറിയിലാണ് ഗൈസ്. 1600ഓളം ബുക്സ് ഉണ്ടല്ലോ ഇവിടെ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും 1500 എങ്ങാണ്ടോ എഴുതിയ ഒരു ജർമ്മൻ ബൈബിൾ അതും ഉണ്ട് ഇവിടെ. ജർമ്മൻ ബൈബിളാണോ സംതിങ് പുള്ളിക്കാരൻ പറഞ്ഞു. ഖുറാൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു, റിട്ടേൺ കോപ്പി. ഖുറാൻ്റെ കോപ്പി. ഇവിടെ വന്നപ്പോൾ എന്തോന്ന് ഫീൽ ആവുന്നു? ഗ്രീൻ റൂം. ഒരു ഗ്രീൻ റൂം പോലെ ഫുൾ ഗ്രീൻ പെയിൻറ്റ് ചെയ്ത് പുതിയ, അതായത് പഴയ ലുക്കില്ല, അവർ മോഡിഫൈ ചെയ്താന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബോംബ് നേരിട്ട് കാണുന്നത്. പൊട്ടിക്കല്ലേ ഈശ്വര, നോക്ക്, സെക്കൻഡ് വേൾഡ് വാർ ജർമ്മൻ ബോംബ്. എൻ്റെ അത്ര ഹൈറ്റുണ്ട് ഈ ബോംബിന്. ഇതെങ്ങാനും വന്ന് വീണ തീർന്നില്ലേ? ബൈ ദ വേ, ഡാഡി ഉറക്കമായി ഗൈസ്. സ്ലീപ്പിംഗ് ബ്യൂട്ടി. താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത്രയും കണ്ടപ്പോൾ തന്നെ തളർന്നു. ഇനി ചെറിയ ബ്രേക്ക് ആവാം. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ 2 സ്ട്രോ ഇട്ട് കാണുന്നത്. ഞാനും എടുത്തേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. നിങ്ങൾ കഴിച്ചു. ആദ്യമായിട്ടാണ് എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ കിട്ടുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കാസ്റ്റിൽ തിരിച്ചിറങ്ങുകയാണ് അല്ലേ. ഇനി വേണം ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ. ഡാഡി സ്റ്റിൽ സ്ലീപ്പിംഗ്. നമ്മുടെ ബാഗി എടുക്കണം. തണുപ്പ് തുടങ്ങി, തണുപ്പ്. വി ആർ ഗോയിങ് ഔട്ട്.